ആദ്യത്തെ ഈ ഒരു കളിയാട്ടോ. നമ്മൾ എത്ര പേരുണ്ടോ അതിനനുസരിച്ചിട്ടാണ് കളം വരക്കാനായിട്ട്. 4 പേരാണെങ്കിൽ നമ്മൾ 3 കളം വരക്കണം. 5 പേരുണ്ടെങ്കിൽ 4 കളം വരക്കണം. മിനിമം ഒരു 4 പേരെങ്കിലും വേണം കേട്ടോ, അപ്പോഴത്തെ കളിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. 4 പേരുള്ളെങ്കിൽ ഇതുപോലെ 3 കളം വരച്ച് ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് ഒരാൾ കള്ളൻ എന്ന് പറഞ്ഞ് നടുക്കിരുത്തുക. എന്നിട്ട് 2 കളത്തിൽ തമ്മിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളം മാറുമ്പോൾ കള്ളൻ എന്ന് പറയുന്ന ആൾ അത് കയറി നിന്നാൽ അയാൾക്ക് ജയിച്ചു, പിന്നത്തെ ആൾക്കത് കള്ളനാവും. അതാണ് ഇത്. രണ്ടാമത്തെ കളിയാണ് പ്ലെയിൻ എന്നാണ് ഞങ്ങൾ പറയണത്. നമ്മുടെ കൊന്തിക്കളി പോലത്തെ അതിൻ്റെ ഒരു വേറൊരു വെർഷനാണ് കേട്ടോ. ആദ്യമേ ഇങ്ങനെ 2 കളം വരക്കും, പിന്നെ 1 കളം വരക്കും, അതിൽ ചെറുതായിട്ട് 1 കളം വരക്കും, പിന്നെ 2 കളം വരക്കും. കുട്ടിക്കാലത്ത് ഏറ്റവും നൊസ്റ്റു പഠിപ്പിക്കുന്ന കളികളാട്ടോ ഇത്. ഞാൻ കുറേ കളിച്ചിട്ടുണ്ട് ഈ കളികൾ. ഇപ്പോൾ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. 2 കളം വരച്ചു, പിന്നെ ഓരോ കളം വെച്ച് അങ്ങനെ 3 കളം വരച്ചു കൊടുക്കും. അപ്പോൾ അതന്നെ നമ്മുടെ ഒരു പ്ലെയിൻ്റെയൊക്കെ ഷേപ്പ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിനെ പ്ലെയിൻ എന്ന് പറയണത്. നമ്മുടെ കൊന്തിക്കളി പോലെ തന്നെ ഉള്ളൊരു കളിയാട്ടോ. ഇതേപോലെ 3 കളം കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ എടുക്കുന്നത് വെയിലത്തായതുകൊണ്ടൊന്നും ക്ലിയറായിട്ട് കിട്ടുന്നില്ല. പിന്നെ അടുത്ത് നമ്മുടെ കളിയാണ് കല്ലുകളി. ഇത് കളിക്കുമ്പോൾ കടം കൂടുമെന്നൊക്കെ പലരും അമ്മയും എല്ലാവരും ഒക്കെ പറഞ്ഞിട്ടുണ്ട് പണ്ട്. പക്ഷേ അന്ന് ഇതൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. കസിൻസ് എല്ലാവരും കൂടുമ്പോൾ ഈ ഒരു കളി കളിക്കും. ഈ ഒരു കളി എന്നല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കളിയും നമ്മൾ കളിക്കും. അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കളിയാണിത്, കല്ലുകളി. അപ്പോൾ ഞാനും എൻ്റെ അനിയത്തിമാരൊക്കെ ആയിട്ട് കളിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കളിയുണ്ട് കേട്ടോ, നമ്മുടെ പിന്നിട്ട് കളി എന്ന് പറയും. അതായത് ഒരാൾ പിന്നുകൊണ്ട് ഒളിപ്പിച്ച് വെക്കും, എന്നിട്ട് അതാരാണ് കണ്ടുപിടിക്കുന്നത് അവർക്ക് പിന്നിൻ്റെ അടുത്തെത്തിയാൽ ചൂട് എന്നൊക്കെ പറഞ്ഞ് ക്ലൂ ഒക്കെ കൊടുക്കും. പിന്നിൻ്റെ അടുത്തല്ലെങ്കിൽ തണുപ്പ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ക്ലൂ ഒക്കെ കൊടുത്ത് ആരാണോ പിന്നെ കണ്ടുപിടിക്കുന്നത് അയാൾ വിന്നറാവും. പിന്നെയുള്ള കളിയാണ് നമ്മുടെ ലുഡോ ബോർഡ്. അന്ന് ഇതേപോലെ ഫോണിലൊന്നുമല്ല, നമുക്ക് ലുഡോ ബോർഡ് ഉണ്ടാവും. അതിൽ തന്നെ പാമ്പും കോണിയുടെ ഇതുണ്ടാവും. അയ്യോ, എത്ര തവണ കളിച്ചെന്ന് ഞങ്ങൾക്ക് തന്നെ ഒരു പിടിയില്ല. അത്രയും പ്രാവശ്യം ഞങ്ങൾ കളിച്ചിട്ടുണ്ടാവും. പിന്നെയുള്ള ഗെയിമാണ് കള്ളനും പോലീസ്. ഇതെന്താണെന്നോ എങ്ങനെയാണെന്നോ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, അല്ലാതെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. എങ്കിലും ഞാൻ പറയാം. ചീട്ടുകൾ എഴുതിയിട്ട് രാജാവ്, കള്ളൻ, പോലീസ്, മന്ത്രി, ഭടൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതിൽ നറുക്കെടുക്കുമ്പോൾ പോലീസിന് ആരാണോ കിട്ടണത് അയാൾ കള്ളനെ കണ്ടുപിടിക്കണം. അങ്ങനെയാണ് ആ ഒരു ഗെയിം പോകുന്നത്. പിന്നെയുള്ളൊരു ഗെയിമാണ് കുളങ്കര എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് അറിയാവുന്ന ഗെയിമായിരിക്കും, എങ്കിലും ഞാൻ പറഞ്ഞുതരാം. ഒരു റൗണ്ട് വരച്ചിട്ട് എല്ലാവരും റൗണ്ടിന് പുറത്തിരിക്കുകയായിരിക്കും. അപ്പോൾ കുളം എന്ന് പറയണമെങ്കിൽ കളത്തിനകത്ത് ചാടണം, കര എന്ന് പറയണമെങ്കിൽ കളത്തിന് പുറത്ത് ചാടണം. ഇതാണ് ഗെയിം. പിന്നുള്ളൊരു ഗെയിമാണ് സാറ്റിനിപ്പാത്ത് എന്ന് പറയുന്നത്. ഇനി ഞാൻ വേറെ ഗെയിമുകൾ അതിന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.